ചുറ്റും ഇങ്ങനെ അനീതിയും അക്രമവും വഞ്ചനയും ഇമ്മൊറാലിറ്റിയൊക്കെ ഇങ്ങനെ അഴിഞ്ഞാടുമ്പോൾ മിണ്ടാതെ കുത്തിരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ദുരന്തം. നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ള സേഫ് സോണിൽ നിന്ന് പുറത്തിറങ്ങി ജീവൻ പോയാലും ജീവിതം പോയാലും എൻ്റെ സഭയ്ക്ക് വേണ്ടി, എൻ്റെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനും പൊരുതാനും പോരാടാനും തയ്യാറുള്ള മക്കളാണ് ഈ ലോകത്തിന് വേണ്ടത്. സ്നാപക യോഹന്നാൻ നിങ്ങളുടെ തളർവാദം മാറ്റിയെന്നോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടത്തിയെന്നോ പറയണമെന്നില്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒഴുകുന്ന രക്തം അതിങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ, അതിങ്ങനെ തിളപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ, ദൈവം അയച്ച മനുഷ്യൻ. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഈ തിരുനാൾ ആഘോഷിച്ച് ഫുഡും അടിച്ച് തിരിച്ചു പോകാതെ, അനീതിയായിക്കോട്ടെ, അക്രമമായിക്കോട്ടെ, വഞ്ചനയായിക്കോട്ടെ, ഏത് തരത്തിലുള്ള തിന്മയായിക്കോട്ടെ, അതിനെതിരെ പ്രതിഷേധിക്കാനും അതിനെതിരെ പടപൊരുതാനും വേണ്ടി വന്നാൽ ജീവൻ കൊടുക്കാനും നമ്മൾ തയ്യാറാകണം. പത്രത്താളുകളിലല്ല നമ്മുടെ തല പ്രത്യക്ഷപ്പെടേണ്ടത്, സ്വർണ്ണത്തളികയിലാണ് രക്തം നിറഞ്ഞ നമ്മുടെ തലകൾ പ്രത്യക്ഷപ്പെടേണ്ടത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും